الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് എന്നോട് നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യരായ നമ്മളൊക്കെ നമ്മുടെ സ്വന്തത്തെ സ്നേഹിക്കുന്നു. നമ്മുടെ ശരീരത്തിന് അപകടം വരുത്തുന്ന ഒരു കാര്യം നേരിടേണ്ടി വരുമ്പോൾ കഴിവിൻ്റെ പരമാവധി പ്രതിരോധിച്ചുകൊണ്ട് അതിനെ എതിർത്ത് നിൽക്കുക എന്നത് നമ്മുടെ പ്രകൃതിയാണ്. അതുപോലെ തന്നെ മനുഷ്യ പ്രകൃതിയാണ് അവരവന്റെ സമ്പത്ത്, വീട് തുടങ്ങിയ കാര്യങ്ങൾ അതിന് വെല്ലുവിളി നേരിടുമ്പോൾ നമ്മുടെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ പ്രതിരോധിക്കും. ഇതുപോലെ തന്നെ പ്രകൃതിപരമായ മനുഷ്യന്റെ ഒരവസ്ഥയാണ് അവനവൻ ജനിച്ചു വളർന്ന രാജ്യത്തെ സ്നേഹിക്കുക എന്നത്. നമുക്ക് വിശുദ്ധ ഖുർആനിലും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലുമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് സ്വന്തം നാട്, ആ നാടിനോടുള്ള സ്നേഹം അത് മനുഷ്യപ്രകൃതിയാണ്. അതെല്ലാ ജാതി മതസ്ഥർക്കും ഉണ്ടാകുന്നതാണ്. മുസ്ലിമീങ്ങളും അതിൽ നിന്ന് ഒട്ടും പിന്നോക്കമാവുകയില്ല. എല്ലാവരും മനുഷ്യരാണല്ലോ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട് ഹിജറ ചെയ്ത് പിന്നീട് ഒരു അവസരത്തിൽ മക്കയിലേക്ക് തിരിച്ചു വരുമ്പോ ആ മക്കയെ നോക്കിക്കൊണ്ട് റസൂലുള്ളാഹി പറയുന്ന ഒരു വാചകമുണ്ട്, വല്ലാഹി ഇന്നകില അഖിയർ അർളുല്ലാഹ്, അള്ളാഹുവാണ് സത്യം, ഈ ഏറ്റവും നല്ല നാടിൽപ്പെട്ട നാടാണ് നീ. വഅഹബ്ബു അർളില്ലാഹി ഇലയ്യ, അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട നാടുമാണ് നീ. വലൗലാ അന്നീ ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു, നിന്നിൽ നിന്ന് ഞാൻ പുറത്താക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഞാനൊരിക്കലും പുറത്തു പോകുമായിരുന്നില്ല. ഇത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അവനവന്റെ നാടിനോടുള്ള സ്നേഹമാണ്. അതുപോലെ മദീനയിലെത്തിയപ്പോ അവിടെ ചില പ്രയാസങ്ങൾ നേരിട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന കാണാം.
അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കഹുബ്ബിനാ മക്ക. അല്ലാഹുവേ, മക്കയെ ഞങ്ങൾ സ്നേഹിച്ചതുപോലെ, മക്ക ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതായതുപോലെ മദീനയും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കണമേ എന്ന്. അപ്പം അവനവന്റെ നാട്, അതിനോടുള്ള സ്നേഹം. വിശുദ്ധ ഖുർആനിൽ ഹിജറ ചെയ്തു പോയ ചില സമൂഹങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അതില് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഹിജറ ചെയ്തു പോയി. ആ ഹിജറ ചെയ്ത് പോയ സ്വന്തം നാടിനെ വിട്ടു പോകാൻ ഒരാൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇബ്രാഹിം നബി ആവട്ടെ, മൂസാ നബി അലൈഹി സ്വലാം ആവട്ടെ, മറ്റു പ്രവാചകന്മാരാവട്ടെ, ഇവർക്കൊന്നും സ്വന്തം നാടും വീടും വിട്ടു പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഖുർആൻ പറയുന്നത് അവർക്ക് അങ്ങനെ ഒരു അനിവാര്യമായ സാഹചര്യം വന്നപ്പോ അവർ നാടും വീടും വിട്ടു പോയത് യബ്തഗൂന ഫളൻ മിനല്ലാഹി വറിദ്വാനാണ്. തനിക്ക് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട ആ നാടിനെ വിട്ടു പോകുന്നത് യബ്തഗൂന ഫളൻ മിനല്ലാഹി വറിദ്വാന, അല്ലാഹുവിന്റെ ഔദാര്യവും തൃപ്തിയും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ പോകേണ്ടി വന്നപ്പോ പോയതാണ്. അത്രക്ക് സ്നേഹം അവനവന്റെ നാടിനോട് ഓരോരുത്തർക്കും ഉണ്ടാകും. അങ്ങനെ സ്വന്തം രാജ്യത്തെ, സ്വന്തം ശരീരത്തെ നമ്മൾ സ്നേഹിക്കുന്നത് പോലെ, സ്വന്തം സമ്പത്തിനെ സ്നേഹിക്കുന്നത് പോലെ സ്വന്തം രാജ്യത്തെയും സ്നേഹിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ സ്നേഹിക്കുക എന്നത് പ്രകൃതിപരമാണ്, വിശ്വാസത്തിന്റെ കൂടി ഭാഗമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ഈ രാജ്യത്ത് ജനിച്ച് ജീവിച്ചു പോയ മഹാന്മാരായ പണ്ഡിതന്മാരും നേതാക്കളും ഈ രാജ്യത്തിന്റെ അന്തസ്സിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുക എന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ കൂടി ഭാഗമാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് ഏറ്റവും ആദ്യം സംഘടിതമായി സ്വാതന്ത്ര്യ പോരാട്ടത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയത് മുസ്ലിം പണ്ഡിതന്മാരും നേതാക്കളുമാണ് എന്ന് കാണാൻ കഴിയും. മുസ്ലിം സമുദായത്തിന്റെ രാജ്യസ്നേഹവും ദേശപൂർവ്വവും ഒരാൾക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. അവരുടെ വിശ്വാസത്തിന്റെ കൂടി ഭാഗമാണ്. മാത്രമല്ല, ആ നാടിന്, നമ്മൾ അവനവൻ ജീവിക്കുന്ന നാട്ടിൽ നിർഭയത്വം ഉണ്ടാവാൻ വേണ്ടി, സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവാൻ വേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നത് കൂടി വിശ്വാസികളുടെ ഭാഗമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്. നമുക്ക് ജീവവായു പോലെ, ഭക്ഷണം പോലെ അനിവാര്യമായ ഒരു ആവശ്യമാണ് നിർഭയത്വത്തോടുകൂടി, സ്വസ്ഥതയോടുകൂടി, സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത്. ഭക്ഷണം ഉണ്ടായതുകൊണ്ട് കാര്യമല്ല, ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിലോ. അപ്പം ജീവവായുവും ഭക്ഷണവും പോലെ അനിവാര്യമായ ഒന്നാണ് നാട്ടിൽ നിർഭയത്വവും സമാധാനവും ഉണ്ടാവാൻ വേണ്ടി പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന കാണാൻ നമുക്ക്. റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, റബ്ബേ, ഈ നാടിനെ നീ നിർഭയ രാജ്യമാക്കണമേ. മക്കയിൽ ജീവിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചതാണ്. അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ അവനവൻ ജീവിക്കുന്ന നാട്ടിന്റെ സ്വസ്ഥതയ്ക്ക്, സമാധാനത്തിന്, നിർഭയത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തവരാണ് പ്രവാചകന്മാർ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നിട്ട് ആ മദീനയിൽ ആദ്യം ചെയ്യുന്നത് മുഹാജിറുകളും അൻസാറുകൾക്കും ഇടയിൽ സാഹോദര്യം ഉണ്ടാക്കി അവർക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി എന്നതാണ് മുഹാജിറുകൾക്ക്. രണ്ടാമതായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്നത് ജൂത നേതാക്കന്മാരുമായിട്ട് ഉടമ്പടി ചെയ്യുകയാണ്. നമ്മൾ പരസ്പരം ഒരിക്കലും പോരാട്ടം നടത്തുകയോ സംഘടന നടത്തുകയോ ഇല്ല. പുറത്തു നിന്ന് മറ്റേ വല്ലവരും നമ്മെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ നമ്മൾ ഒന്നിച്ചുകൊണ്ട് പ്രതിരോധിക്കും. അവിടെ നോക്കൂ, ഒരു നാടിന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ജാതി മത താല്പര്യങ്ങൾക്ക് അപ്പുറം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണമെന്ന് പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഒരു നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ജാതിയും മതവും മറന്നുകൊണ്ട് ചെയ്യണം എന്ന പാഠമാണ് പ്രവാചകന്മാരെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അഷ്റഫുൽ ഖൽഖ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാല്, ലോകത്ത് കഴിഞ്ഞു പോയ ഒരു പ്രവാചകനും അവരവന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ജനങ്ങളെ തമ്മിലടുപ്പിച്ച് അധികാരത്തിലേക്ക് കയറുകയോ അങ്ങനെ ജനങ്ങളെ തമ്മിലടുപ്പിച്ചുകൊണ്ട് നേട്ടം കൈവരിക്കുകയോ ചെയ്ത ഒരു പ്രവാചകനും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല.
അവനവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അധികാരത്തിന് വേണ്ടി ജനങ്ങളെ തമ്മിലടുപ്പിച്ച് ജനങ്ങളുടെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിലേറിയിട്ടുള്ള ഒരു പ്രവാചകനും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. അതോടൊപ്പം നമുക്കുള്ള ജനങ്ങൾക്കുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട്, മറ്റുള്ളവരൊക്കെ മുസ്ലിം ആക്കാൻ വേണ്ടി പ്രവർത്തിച്ചു പ്രവാചകന്മാർ. ഇല്ല, പ്രവർത്തിച്ചിട്ടില്ല. പ്രവാചകന്മാര് അവരുടെ ബാധ്യത ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക, അവരുടെ സന്ദേശം. ഈ പ്രപഞ്ചത്തിനൊരു നാഥനുണ്ട്, ആ പ്രപഞ്ചനാഥന് കീഴ്പ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത്, അതാണ് നിങ്ങൾക്ക് ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും വിജയത്തിന്റെ മാർഗം എന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യൻ വിശ്വാസം സ്വീകരിക്കാത്തതിന്റെ പേരിൽ അങ്ങോട്ട് ചെന്നുകൊണ്ട് നീ എന്തുകൊണ്ട് വിശ്വാസം സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെയും ഒരു രോമം പോലും പ്രവാചകന്മാരും പിടിച്ചെടുത്തിട്ടില്ല, ഒരാളെയും ആക്രമിച്ചിട്ടില്ല. വളരെ ധൈര്യത്തിൽ പറയാൻ സാധിക്കും നമുക്ക്. ലോകത്ത് കഴിഞ്ഞു പോയ പ്രവാചകന്മാരാരും നീ എന്തുകൊണ്ട് വിശ്വസിച്ചില്ല എന്ന് ചോദിച്ചൊരു വ്യക്തിയെയോ, നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തെയോ അങ്ങോട്ട് ചെന്ന് ആക്രമിച്ചിട്ടില്ല. പകരം അവനവന്റെ സ്വൈര്യ ജീവിതത്തിന്, സ്വതന്ത്രമായ ജീവിതത്തിന്, നാട്ടിൽ വിശ്വാസ സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടി ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നപ്പോ നിലനിൽപ്പിന് വേണ്ടി ഒക്കെ പോരാട്ടം നടത്തിയിട്ടുണ്ട്. അതല്ലാതെ ഒരു വ്യക്തിയോ ഒരു സമൂഹത്തെയോ നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്ന് അക്രമം നടത്തിയിട്ടില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ, പ്രത്യേകിച്ച് കേരളത്തിൽ, വിചാരിച്ച രൂപത്തിൽ ഞങ്ങൾക്ക് മുന്നേറ്റം നേടാൻ കഴിയുന്നില്ല, മുന്നേറാൻ കഴിയുന്നില്ല എന്ന് തോന്നുമ്പോ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് മതപരമായി വിഭാഗീയത ഉണ്ടാക്കി എങ്ങനെയൊക്കെ അധികാരത്തിലേക്ക് എത്താൻ സാധിക്കും എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം, ജനങ്ങൾക്കുള്ള സ്വസ്ഥതയും സമാധാനവുമാണ് നഷ്ടപ്പെടുക. ജനങ്ങൾക്ക് സ്വസ്ഥമായി സമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കണം. അതിനുവേണ്ടിയാണ് പ്രവാചകന്മാർ ഇപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളത്. അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യം ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ സത്യം മനസ്സിലായ ആളുകൾ ഇതിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ ആളുകൾ കടന്നു വരുമ്പോൾ എതിരാളികൾക്ക് ശത്രുത വർദ്ധിച്ചിട്ടുണ്ട്. ആ ശത്രുതയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങോട്ട് അക്രമം നടത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് അക്രമം നടത്തി പരമാവധി സഹനവും ക്ഷമയും കൈക്കൊണ്ട് അവസാനം നിൽക്കക്കള്ളിയില്ലാതെ നശിപ്പിക്കപ്പെടുമെന്ന് ഒരു ഘട്ടത്തിൽ അങ്ങോട്ട് പോരാട്ടം നടത്തിയിട്ടുണ്ട്. ഇതാണ് പ്രവാചകന്മാരുടെ ചരിത്രം. അപ്പൊ നമ്മൾ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യക്കൂടും സ്നേഹവും ഒന്നും ഒരിക്കലും ചോദ്യം ചെയ്യാൻ മറ്റൊരാൾക്കും കഴിയില്ല. നമ്മുടെ ഓരോ മനുഷ്യന്റെയും വിശ്വാസത്തിന്റെ കൂടി ഭാഗമാണ് ആ നാടിന്റെ സ്വാതന്ത്ര്യവും സമാധാനവും നിർഭയത്വവും ഒക്കെ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ മുസ്ലിമിന്റെയും അവൻ ആ നാടിന്റെ നിർഭയത്വത്തിന് വേണ്ടി, ശാന്തിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യുക. ആരൊക്കെയായിട്ട് കൂട്ടുചേരാൻ പറ്റുമോ അവരൊക്കെയുമായി കൂട്ടുചേരുക. ഇത് വിശ്വാസികളുടെ ബാധ്യതയാണ്. ഒരിക്കലും നാട്ടിൽ അസമാധാനമുണ്ടാകുന്ന, അക്രമമുണ്ടാകുന്ന, നിർഭയത്വം നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ വിശ്വാസികൾ ഏർപ്പെടാൻ പാടില്ല. അത് വളരെ കൃത്യമായിട്ട് ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. ജനങ്ങളുടെ സ്വസ്ഥ ജീവിതത്തിന് തകരാറാക്കുന്ന ഒരു പ്രവർത്തനത്തിലും വിശ്വാസികൾ ഏർപ്പെടാൻ പാടില്ല എന്നത് വിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും നമുക്ക് പഠിപ്പിച്ചിരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം തേടിയിരുന്നു. നിങ്ങൾ നോക്കൂ, ബദർ യുദ്ധത്തിൽ യുദ്ധമുണ്ടായ ഒരു സാഹചര്യം ഞാൻ വിശദീകരിച്ചു. ബദർ യുദ്ധത്തിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് വിജയമുണ്ടായി. കുറെ അവിശ്വാസികളായിട്ടുള്ള ആളുകളെ ബന്ധനസ്ഥരായി പിടിക്കപ്പെടുക. ഈ ബന്ധനസ്ഥരായി പിടിക്കപ്പെടുന്ന ആളുകളെ അവർക്ക് ബന്ധി വിമോചനത്തിന് വേണ്ടി റസൂലുള്ള വെച്ച നിബന്ധന എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ച നിബന്ധന, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്ക് അക്ഷരജ്ഞാനം പഠിപ്പിക്കുക. ഈ പിടിക്കപ്പെട്ട ആളുകൾക്ക് അക്ഷരം അറിയാം, എഴുതാനും വായിക്കാനും അറിയാം. അവരിൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾക്ക് അക്ഷരജ്ഞാനവും വിദ്യാഭ്യാസവും ഇത്ര ആളുകൾക്ക് വിദ്യാഭ്യാസവും അക്ഷരജ്ഞാനം പഠിപ്പിച്ചാൽ അവരെ നമുക്ക് സ്വതന്ത്രരാക്കാം. നോക്കുക, അമുസ്ലിമീങ്ങളായിട്ടുള്ള എതിരാളികളായിട്ടുള്ള യുദ്ധത്തിന് വന്നിട്ടുള്ള ആളുകളെ പിടിക്കപ്പെട്ടപ്പോ അവരുടെ സേവനം വരെ സമൂഹ നന്മയ്ക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗപ്പെടുത്തുക. അപ്പൊ നമുക്ക്
മനസ്സിലാക്കാനുള്ളത്, വിശ്വാസികൾ എന്ന നിലയ്ക്ക് അവനവന്റെ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, സ്വസ്ഥതയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക എന്നതാണ്. ഒരിക്കലും ആളുകളെ തമ്മിലടിപ്പിക്കുകയോ പരസ്പരം ശത്രുത ഉണ്ടാക്കി തീർക്കുകയോ സംഘടനകളും കലാപങ്ങളും ഉണ്ടാക്കുന്ന രൂപത്തിലേക്കോ സമൂഹത്തെ നയിക്കുകയോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുക എന്നത് വിശ്വാസികൾക്ക് ഒരിക്കലും യോജിച്ചതല്ല. മാത്രമല്ല, നമ്മുടെ ഈ വിശ്വാസി സമൂഹത്തെ കുറിച്ച് എതിരാളികൾക്ക് ഒരു വിമർശനമുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, ഇവര് മതേതരത്വം പറയുന്നതും നാട്ടിന്റെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ പറയുന്നതും ഇവര് ന്യൂനപക്ഷമാകുമ്പോൾ മാത്രമാണ്. ഇവര് ഭൂരിപക്ഷമാകുന്നത് വരെ വാള് ഉറയിലിട്ട് അങ്ങനെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞുകൊള്ളുക. എന്നാൽ അവര് ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ മതേതരത്വവും വേണ്ട, നിർഭയത്വവും സമാധാനവും ഒന്നും അവർക്ക് പ്രശ്നമല്ല എന്ന ഒരു ആരോപണം യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് നേരെ ഇന്ന് സമൂഹത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതിന്റെ നിജസ്ഥിതി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മനുഷ്യാവകാശം എന്നൊക്കെ പറയുമ്പോ ആ സ്വാതന്ത്ര്യവും മനുഷ്യാവകാശവും ഏതെങ്കിലും അതിർവരമ്പുകൾ നിശ്ചയിച്ച് ആ പ്രദേശത്തുമുള്ള ആളുകൾക്ക് മാത്രം സ്വാതന്ത്ര്യം, ആ പ്രദേശത്ത് മാത്രമുള്ള ആളുകൾക്ക് നിർഭയത്വം, സമാധാനം, ഇങ്ങനെയല്ല. ഇസ്ലാം മനുഷ്യാവകാശമായി കാണുന്നത് ലോകത്തുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികളായ മുഴുവൻ മനുഷ്യർക്കും സ്വതന്ത്രമായി ജീവിക്കാൻ സാധിക്കണം. ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യർക്കും അവരുടെ അവകാശങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കണം. ആ നിലക്കാണ് ഇസ്ലാം മനുഷ്യാവകാശങ്ങളെ കാണുന്നത്, സ്വാതന്ത്ര്യത്തെ കാണുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു ഭൂവിഭാഗത്തെ ഉദ്ദേശിച്ചുകൊണ്ടല്ല ഇസ്ലാം സ്വാതന്ത്ര്യത്തെ കാണുന്നതും മനുഷ്യാവകാശത്തെ കാണുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് ആരാധനകൾ അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരവന്റെ ഇഷ്ടപ്രകാരം അവരവർക്ക് സമൂഹത്തിന് ഉപദ്രവകരമാവാത്ത, അള്ളാഹു വിലക്കിയിട്ടില്ലാത്ത കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നത് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരൊറ്റ സമൂഹമാക്കുമായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് സത്യസന്ദേശം നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് ചിന്താ ശക്തി നൽകിയിട്ടുണ്ട്, ഇഷ്ടം പോലെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്, ഇതൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ അള്ളാഹു നിർബന്ധിച്ച് എല്ലാവരും ഒരൊറ്റ മതത്തിൽ തന്നെ ആക്കുമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വിശ്വസിക്കാനും ഒക്കെ സാധ്യത. എന്നിട്ട് അള്ളാഹു പറയാം, എല്ലാ നന്മകളിലും നിങ്ങൾ മത്സരിച്ച് മുന്നേറുക. ഇലല്ലാഹി മർജിഉക്കും ജമീഅ, നിങ്ങളുടെ എല്ലാവരുടെയും മടക്കം അള്ളാഹുവിന്റെ അടുക്കലേക്കാണ്. എന്നിട്ട് അള്ളാഹു പറയാ, നിങ്ങൾ ഭിന്നിച്ചതിനെ കുറിച്ച് നിങ്ങൾക്ക് പരലോകത്തെത്തുമ്പോൾ അള്ളാഹു നിങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുന്നതാണ് എന്ന്. അപ്പൊ അതെന്ത് മനസ്സിലായി? എല്ലാ മനുഷ്യരും മുസ്ലിം മാത്രമേ ആകാവൂ എന്നൊരു കാഴ്ചപ്പാട് ഖുർആൻ വെച്ച് പുലർത്തുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാവരെയും മുസ്ലിം ആക്കാൻ വേണ്ടി പ്രവർത്തിക്കണമെന്ന് നിർബന്ധിച്ച് മുസ്ലിം ആക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അല്ല, വളരെ കൃത്യമായിട്ട് ഖുർആൻ പറയുന്നുണ്ട്, നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരും വിശ്വാസികളാവുമായിരുന്നു. എന്നിട്ട് ആളുകളെ വിശ്വാസികളാവാൻ വേണ്ടി നിർബന്ധിക്കുകയോ? അപ്പൊ ഒരാളെയും നിർബന്ധിക്കേണ്ടതില്ല. ലോകത്ത് ഇസ്ലാം എന്ന മതം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതല്ലാത്തവർക്കൊന്നും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമോ വിശ്വാസ സ്വാതന്ത്ര്യമോ ആരാധന സ്വാതന്ത്ര്യമോ ഇല്ല എന്നല്ല ഖുർആൻ പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങളും ആരാധനാ സ്വാതന്ത്ര്യമുണ്ട്. അതേ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ സത്യസന്ദേശം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക എന്നത് വിശ്വാസികളുടെ ബാധ്യതയാണ്. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതുപോലെ തന്നെ നോക്കൂ, നിങ്ങൾ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയാം. സൂറത്ത് ഹജ്ജിൽ പറയാം, വലൗലാ ദഫ്ഉല്ലാഹി الناس بعضهم ببعض لهدمت صوامع وبيع وصلوات ومساجد يذكر فيها اسم الله كثيرا ولينصرن الله من ينصره إن الله لقوي عزيز. ولولا دفع الله الناس بعضهم ببعض, അള്ളാഹു ചിലരെ കൊണ്ട് തടുത്തില്ലായിരുന്നുവെങ്കിൽ
ലഹുദ്ദിമത്ത് തകർക്കപ്പെടുമായിരുന്നു, സവാമിഉ സന്യാസി മഠങ്ങൾ തകർക്കപ്പെടുമായിരുന്നു, വബിയഉൻ ക്രിസ്തീയ ദേവാലയങ്ങളും തകർക്കപ്പെടുമായിരുന്നു, വസ്വലവാത്തുൻ യഹൂദ ദേവാലയങ്ങളും തകർക്കപ്പെടുമായിരുന്നു, വമസാജിദ യുദ്കറു ഫീഹ ഇസ്മുല്ലാഹ് അല്ലാഹുവിനെ സ്മരിക്കുന്ന ആരാധനാലയങ്ങളും പള്ളികളും തകർക്കപ്പെടുമായിരുന്നു. അപ്പൊ അല്ലാഹു ചില സമൂഹങ്ങളെ കൊണ്ട് ചില സമൂഹങ്ങളെ തടഞ്ഞു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ക്രിസ്തീയ ദേവാലയങ്ങളും സന്യാസി മഠങ്ങളും യഹൂദ ദേവാലയങ്ങളും പള്ളികളും ഒക്കെ തകർക്കപ്പെടുമായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ആരെന്ത് മനസ്സിലായി? ഇതൊക്കെ ഭൂമിയിൽ ആവശ്യമാണെന്ന് മനസ്സിലായി. ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം തന്നെയാണെന്ന് മനസ്സിലായി. അള്ളാഹു മനുഷ്യർക്ക് സ്വതന്ത്രമായി നിങ്ങൾക്ക് നൽകപ്പെട്ട കഴിവുകളിൽ ശേഷികളിൽ നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടി സ്വതന്ത്രമായി നിങ്ങളെ വിട്ടിരിക്കുന്നു. ഇവിടെ പള്ളി വേണം, അമ്പലം വേണം, ചർച്ച് വേണം, എല്ലാം വേണം. അള്ളാന്റെ തീരുമാനമാണ്. അപ്പം ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരും മുസ്ലിമീങ്ങളെ ആകാവൂ എന്നോ മുസ്ലിമീങ്ങളാവാൻ വേണ്ടി നിർബന്ധിക്കണമെന്നോ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. എല്ലാവർക്കും വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും ആരാധനാ സ്വാതന്ത്ര്യമുണ്ട്. വിശ്വാസ സ്വാതന്ത്ര്യവും ആരാധനാ സ്വാതന്ത്ര്യവും മാത്രമല്ല, ഒരു മനുഷ്യന് അനുഭവിക്കേണ്ടുന്ന എന്തൊക്കെ ന്യായമായ അവകാശങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ വകവെച്ചു കൊടുക്കണമെന്നാണ് ഖുർആൻ വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞു. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ലാ യൻഹാകുമുല്ലാഹു അല്ലാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല. അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ ദീനിന്റെ കാര്യത്തിൽ നിങ്ങളോട് പോരാട്ടത്തിന് വരാത്ത ആളുകളുമായിട്ട് നല്ല നിലക്ക് ഇടപഴകുന്നതിന് അല്ലാഹു വിരോധിക്കുന്നില്ല. വലം യുഖ്രിജൂകും മിൻ ദിയാരികും നിങ്ങളെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്ത ആളുകളുമായിട്ടും നല്ല നിലക്ക് നിങ്ങൾ ഇടപഴകുന്നതിൽ അള്ളാഹു വിരോധിക്കുന്നില്ല. എന്നിട്ടോ അൻ തബറൂഹും അവർക്ക് പുണ്യം ചെയ്യുന്നതിനെ വിരോധിക്കുന്നില്ല. ഈ ബിർറ് എന്ന് പറഞ്ഞ വാക്ക് അതേ വാക്കാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി ഖുർആൻ പ്രയോഗിച്ചത്. അതേ ബിർറ് തന്നെയാണ് മറ്റു മതസ്ഥർക്ക് ചെയ്യണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നത്. മറ്റു മതസ്ഥർക്ക് ബിർറ് ചെയ്യുന്നത്, മാതാപിതാക്കൾക്ക് ബിർറ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന്റെ ഗൗരവം എത്രയാണ്, അത് എത്രത്തോളം ചെയ്യണമെന്ന്. അതുപോലെ ബിർറ് മറ്റ് സമൂഹങ്ങൾക്ക് ചെയ്യുന്നതിന് നിങ്ങളോട് അള്ളാഹ് വിരോധിക്കുന്നില്ല. ഏതുവരെ അവര് നിങ്ങളോട് ഇങ്ങോട്ട് പോരാട്ടത്തിന് വരാത്ത, നിങ്ങളോട് നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാത്ത ഏത് സമൂഹമാണെങ്കിലും അവർക്ക് നിങ്ങൾ ബിർറ് ചെയ്യണം. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് കഴിയുന്ന നന്മ ചെയ്യണം. ഇലയും അവരോട് നീതി പാലിക്കണം. തിസ്ത് എന്ന് പറഞ്ഞ വാക്ക് അറബി ഭാഷയിൽ അദില് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അദില് എന്ന് പറഞ്ഞ സാധാരണ മനുഷ്യർക്കിടയിലുള്ള നീതിയാണ്. തിസ്ത് എന്ന് പറഞ്ഞാൽ ആ ഓഹരി വിഹിതം എന്നൊക്കെയാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ലഭിക്കേണ്ടുന്ന അവകാശങ്ങൾ കൃത്യമായി വകവെച്ചു കൊടുക്കണമെന്ന്. അത് മതത്തിന്റെ. അപ്പൊ നിങ്ങളോട് പോരാട്ടത്തിന് വരാത്ത, നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാത്ത ഏത് ജാതി മതസ്ഥനാണെങ്കിലും അവർക്ക് നിങ്ങൾ നന്മ ചെയ്യണം. അവർക്ക് അർഹമായ അവകാശങ്ങൾ നിങ്ങൾ വകവെച്ചു കൊടുക്കണം. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്ന എങ്ങനെ അറിയോ? ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ആ ഖിസ്ത് പാലിക്കുന്നവരെ, ഓരോരുത്തർക്കും അവരവർക്കുള്ള അവകാശങ്ങളെ വകവെച്ചു കൊടുക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഇസ്ലാം നൽകുന്ന സ്വാതന്ത്ര്യം, ഇസ്ലാം നൽകുന്ന മനുഷ്യാവകാശം അതേതെങ്കിലും ഭൂമിയുടെ അതിർവരമ്പുകൾക്കുള്ളിൽ പരിമിതമല്ല. എല്ലാ മനുഷ്യർക്കും വിശ്വാസ സ്വാതന്ത്ര്യവും ആരാധനാ സ്വാതന്ത്ര്യവും വകവെച്ചു കൊടുക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഭൂരിപക്ഷാകുന്നത് വരെ അടങ്ങി ഒതുങ്ങി നിൽക്കണം, അതുവരെ വാള് ഉറയിലിട്ട് നിന്നോളൂ എന്നുള്ള ആ വിമർശനത്തിനൊന്നും ഇസ്ലാമിക പ്രമാണങ്ങളുടെ മുമ്പിൽ യാതൊരു പ്രസക്തിയുമില്ല എന്ന് നമ്മളെങ്കിലും മനസ്സിലാക്കുക. ഇത്തരം വിമർശനങ്ങൾ കേൾക്കുന്ന നമ്മൾ ചിലപ്പോൾ പതറിപ്പോകും. കാരണം സൗദി ഇസ്ലാമിക രാഷ്ട്രമാണ്, മറ്റുള്ളതൊക്കെ ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ്. അങ്ങനെ ഇസ്ലാമിക രാഷ്ട്രമായതുകൊണ്ട് ഒരാൾക്കും ഒരു വിശ്വാസ സ്വാതന്ത്ര്യത്തിനോ ആരാധനാ സ്വാതന്ത്ര്യത്തിനോ തകരാറ് വരുത്താൻ പാടില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുക. അതേ സമയത്ത് റബ്ബിന്റെ മതമായതുകൊണ്ട് ആളുകളൊക്കെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിലേക്ക് കടന്നു വരും. പല പ്രദേശങ്ങളിലും മറ്റ് മതസ്ഥർ ഭൂരിപക്ഷമായിരുന്നു, പിന്നീട് അത് ക്രമേണ കുറഞ്ഞു വന്നു. അതെങ്ങനെ? അതിപ്പോ നമുക്കറിയാം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലക്കാലം സമാധാനപൂർണമായി പ്രബോധനം നടത്തിയപ്പോ അറേബ്യയിൽ, മക്കയില്, മദീനയില് മുശ്രിക്കുകൾ എന്ന ജനവിഭാഗം തന്നെ ഇല്ലാതെയായി. അപ്പൊ നമ്മള് ഈ റബ്ബിന്റെ ദീന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവൻ അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് കീഴടങ്ങിക്കൊണ്ട് അള്ളാഹു ബാധ്യത്തെടുത്തുകൊണ്ട് ജീവിക്കണമെന്ന് നമ്മുടെ സമൂഹത്തോട് പറയാം. ആ ബാധ്യത നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കണം. അതേ സമയത്ത് മറ്റ് ജനവിഭാഗങ്ങളുടെ ഒക്കെ നിർഭയത്വത്തിനും ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കണം. ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന സ്വാതന്ത്ര്യം, മനുഷ്യാവകാശം എന്നത്. അള്ളാഹു ദീനിനെ യഥാവിധി മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീന റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസികളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനത്തിൽ നമുക്ക് ഇങ്ങനെ കാണാം, ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല. നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മുസ്ലിം അല്ല എന്നാണ് വാക്കിന്റെ അർത്ഥം. മൻ, ഒരുവൻ, ദഅ ഇലൽ അസബിയ്യ, അസബിയത്തിന് പക്ഷപാതിത്വം, വർഗീയത എന്നീ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വർഗീയതയിലേക്ക്, പക്ഷപാതിത്വത്തിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. വലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല. മൻ ഖാതല അലൽ അസബിയ്യ, വർഗീയതയ്ക്ക് വേണ്ടി പോരാടുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. വലൈസ മിന്ന മൻ മാത അലൽ അസബിയ്യ, ആ വർഗീയത ഉണ്ടാക്കിക്കൊണ്ട് മരിക്കുന്നവനും യഥാർത്ഥ മുസ്ലിമായിട്ടല്ല മരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും എന്താണ് വർഗീയത എന്നൊരു ചോദ്യം. എന്താണ് വർഗീയത? അത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അൻ വാഇൽ റളിയല്ലാഹു അൻഹു ഖുൽതു യാ റസൂലല്ലാഹ്, വാഇൽ റളിയല്ലാഹു അൻഹു പറയാ, റസൂലേ മൽ അസബിയ്യ, എന്താണ് ഈ അസബിയ്യ എന്ന് പറഞ്ഞാൽ? ഖാല, റസൂൽ എന്ന് പറഞ്ഞു, അൻ തുഈന ഖൗമക അലൽ ദുൽം, നിന്റെ ജനതയെ അക്രമത്തിന്റെ കാര്യത്തിൽ സഹായിക്കലാണ് എന്ന്. മുസ്ലിമീങ്ങളുടെ ഭാഗത്താണ് ഒരു അനീതി വരുന്നതെങ്കിൽ ആ അനീതിക്ക് കൂട്ടുനിന്നുകൊണ്ട്, അക്രമത്തിന് കൂട്ടുനിന്നുകൊണ്ട്, ഒരു അക്രമമോ അനീതിയോ മുസ്ലിങ്ങളുടെ ഭാഗത്താണ് വരുന്നതെങ്കിൽ അത് അക്രമമാണ്, അനീതിയാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഒരു വിശ്വാസിക്ക് ഉണ്ടാവണം. അതാണ് വിശ്വാസി. നീതിക്കും നന്മക്കും സത്യത്തിനും വേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഖുർആൻ പരിഹസിക്കാൻ പാടില്ല, ആക്രമിക്കാൻ പാടില്ല, വഞ്ചന നടത്താൻ പാടില്ല, ചതിക്കാൻ പാടില്ല. ഇതൊക്കെ പാടില്ല പാടില്ല എന്ന് ഖുർആൻ പറയുമ്പോ ഇതൊന്നും മുസ്ലിമീങ്ങളെ മാത്രം പാടില്ല എന്നാണോ പറഞ്ഞത്? ഒരിക്കലല്ല. മനുഷ്യരാരെയും പരിഹസിക്കാൻ പാടില്ല, മനുഷ്യരെ ആരെയും ആക്രമിക്കാൻ പാടില്ല, മനുഷ്യരെ ആരെയും വഞ്ചിക്കാൻ പാടില്ല. ഈ മനുഷ്യരെയാണ് പാടില്ല എന്ന് പറഞ്ഞത്. അമുസ്ലിമാണ്, ക്രിസ്ത്യാനിയാണെങ്കിൽ അവനെ ആക്രമിക്കുക, ഹിന്ദു ആണെങ്കിൽ അവനെ ആക്രമിക്കുക, അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇസ്ലാമിലില്ല. ഖുർആൻ പരിഹസിക്കാൻ പാടില്ല, മനുഷ്യരാരെയും പരിഹസിക്കാൻ പാടില്ല എന്നാ. അപ്പൊ സത്യവും നീതിയും ധർമ്മവും ഒക്കെ അതിനനുസരിച്ച് നിലകൊള്ളുന്ന സമൂഹമാണ് വിശ്വാസികൾ. അവൻ വിശ്വാസി സമൂഹം ഒരു അക്രമം കാണിച്ചാൽ അത് അക്രമമാണ് എന്ന് പറയേണ്ടത് ആദ്യത്തെ വിശ്വാസികൾക്കാണ്. അതല്ലാത്തവൻ അസബിയത്തിലാണെന്നാണ്. അസബിയത്തിൽപ്പെട്ട് മരിക്കുന്നവൻ മുസ്ലിമായിട്ടല്ല മരിക്കുന്നതെന്നാ. അവൻ മുസ്ലിം ആക്രമിക്കാൻ പാടില്ല, അക്രമം മുസ്ലിം പ്രവർത്തിച്ചാൽ അത് അക്രമമാണെന്ന് പറയണം. അനീതി മുസ്ലിം പ്രവർത്തിക്കാൻ പാടില്ല, ചതിയും വഞ്ചനയും മുസ്ലിം പ്രവർത്തിക്കാൻ പാടില്ല, അത് മുസ്ലിം പ്രവർത്തിച്ചാൽ അത് അക്രമമാണ്, ചതിയാണ്, വഞ്ചനയാണ് എന്ന് വിശ്വാസി പറയണം. അല്ലെങ്കിൽ അവൻ അസബിയത്തിലാണ്, അവൻ യഥാർത്ഥ മുസ്ലിമായിട്ടല്ല മരിക്കുന്നത് എന്നാണ്. അപ്പൊ നമ്മുടെ നാട്ടില് യഥാർത്ഥത്തിൽ അധികാരത്തിന് വേണ്ടി ഒരുപാട് കുതന്ത്രങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഒന്ന്, നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിശ്വാസി സമൂഹം, മുസ്ലിമീങ്ങള് അവർ അപകടകാരികളാണ്, അവര് രാജ്യത്തിന് കൊള്ളരുതാത്തവരാണ്, അവരുടെ സംസ്കാരത്തിനോട് യോജിക്കാത്തവരാണ്, അവർ വെറുക്കപ്പെടേണ്ടവരാണ് എന്നൊരു ധാരണ വ്യാപകമായി സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യത്വത്തിനും സാഹോദര്യത്തിനും സഹവർത്തിത്വത്തിനും നാടിന്റെ നന്മക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഏതൊക്കെ വിഭാഗങ്ങളുണ്ടോ അവരൊക്കെയുമായി സഹകരിച്ച് പ്രവർത്തിക്കുക, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുക എന്നതാണ് നമ്മുടെ ബാധ്യത. മറ്റുള്ള എല്ലാ അക്രമങ്ങളെയും അക്രമങ്ങളായി തുറന്നു കാട്ടുക. അപ്പൊ നമ്മള് ഈ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നത് പ്രവാചകന്മാരാരും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തില്ല, നമ്മൾ വിശദീകരിച്ചു. അത് സ്വാർത്ഥമായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യം ഭരിച്ച ബ്രിട്ടീഷുകാർ തുടക്കം കുറിച്ചത്. ഇന്ന് നമ്മുടെ നാട്ടിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അധികാരത്തിലേക്ക് എത്താൻ വേണ്ടി എന്തൊക്കെ കുതന്ത്രങ്ങൾ പ്രയോഗിക്കാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊക്കെ അക്രമമാണ്, അനീതിയാണ്. ഇപ്പൊ ഞാനിങ്ങനെ ഓരോന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചർച്ചകളൊക്കെ നമുക്ക് എല്ലാവരും എന്നേക്കാൾ നന്നായി നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ട് ഓരോ അക്രമങ്ങളും ഓരോ അനീതികളും കൊള്ളരുതായ്മകളും ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി നടക്കുന്ന തന്ത്രങ്ങളും ഒക്കെ ഞാനിങ്ങനെ വിശദീകരിക്കേണ്ടതില്ല. പക്ഷേ എല്ലാ അനീതികൾക്കെതിരെ, എല്ലാ അക്രമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും നന്മയുടെ ഭാഗത്തും നീതിയുടെയും സത്യത്തിന്റെയും ഭാഗത്തും നിലകൊള്ളുകയും ചെയ്യുക എന്നതാണ് വിശ്വാസികളുടെ ബാധ്യതയായിട്ട് ഖുർആൻ പഠിപ്പിക്കുന്നത്.
എന്ന് നമ്മൾ മനസ്സിലാക്കുക. നാടിന്റെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കുക, നന്മയ്ക്ക് വേണ്ടിയും ഐശ്വര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുക, എല്ലാ ജനവിഭാഗങ്ങളുമായിട്ടും സാഹോദര്യത്തോടും സൗഹൃദത്തോടും കൂടി നിലകൊള്ളുക. സമൂഹത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്ന, നമ്മൾ വേറിട്ട് നിൽക്കാതെ നിലനിൽക്കുന്ന സമൂഹത്തിന്റെ ഭാഗമായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. സർവശക്തനായ നാഥൻ യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന വിശ്വാസികളിൽ വിജയികളിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ നാടിന്റെ ശാന്തിയും സമാധാനവും റബ്ബ് സുബ്ഹാനഹു വ തആല നിലനിർത്തി തരുമാറാവട്ടെ. നാടിന്റെ യശസ് ഐശ്വര്യവും അള്ളാഹു വർദ്ധിപ്പിക്കുമാറാവട്ടെ. അള്ളാഹുവെ, വിശ്വാസികളായ ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങളോട് പൊറുക്കണ റഹ്മാനെ. യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് ഏവർക്കും തൗഫീഖ് നൽകണ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് ജീവിക്കുകയും അത് അംഗീകരിച്ച് മരിക്കുകയും ചെയ്യുന്ന വിശ്വാസികളിൽ വിജയികളിൽ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള ആളുകളുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൊടുക്കണം റബ്ബേ. റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തികമായ പരീക്ഷണങ്ങൾ നേരിടുന്ന ആളുകൾ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, എല്ലാവരുടെയും പരീക്ഷണങ്ങളെ നീക്കി തന്ന റഹ്മാനെ. ഞങ്ങൾക്ക് ശാന്തിയും സമാധാനവും നൽകുന്ന റബ്ബേ, രണ്ട് ലോകത്തിൽ ഞങ്ങൾക്ക് ജീവിത വിജയം നൽകുന്ന റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. امين برحمتك يا ارحم الراحمين. وصلى الله على نبينا محمد وعلى اله وصحبه وسلم.